ഇന്നൊരു നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ഫിഷ് മസാല. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് മസാലേന്റെ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഐക്കോറാണ് എടുത്തിട്ടുള്ളത്. മലബാർ സൈഡിലൊക്കെ ഐക്കോറ കേട്ടോ പറയാൻ, മറ്റുള്ള സൈഡിലൊക്കെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. കിങ് ഫിഷ് എന്ന് പറയും. അപ്പൊ ഇത് ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മസാല പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുത്തോളൂ കേട്ടോ. ഞാൻ ഇവിടെ ഒരു 2.5 ടീസ്പൂൺ ആണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇനി ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങളിലും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തണ മാതിരി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ ഇതാ മസാലയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണല്ലോ. ആ നേരം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പൊ ആദ്യം വഴറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയാം. ഒരു വലിയ സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 2.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതേപോലെ ഒരു 6-7 കാഷ്യൂനട്ട് ചുടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 4-5 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഒരു 2-3 ചെറിയ കഷ്ണം പട്ട. ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ. ഇത്രയും സാധനങ്ങൾ വഴറ്റിയിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാൻ വെക്കാൻ പോവുകയാണ്. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ചൂടായ ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഈ ഫിഷ് മസാല ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതില് ബട്ടറും കസൂരി മെത്തിയൊക്കെ ചേർന്നുകൊണ്ട് ഓയിലിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ ഇത് ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇത് വളരെ നൈസായിട്ട് അരിയണം എന്നില്ല കേട്ടോ. കാരണം ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റിയിട്ട് അരയ്ക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. ഇത് വല്ലാത്ത ബ്രൗൺ കളർ ആവുമെന്ന് വേണ്ട കേട്ടോ. സവാള നന്നായിട്ട് വാടി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കാം. അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 ഏലക്കായ, ഒരു 4-5 ഗ്രാമ്പു, ഒരു 3 കഷ്ണം ചെറിയ കഷ്ണം പട്ട. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സവാള പെട്ടെന്ന് കരിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, അതേപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 6-7 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തിയത്. പിന്നെ ഇതിന് കൂടെ ചേർക്കേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഈ പൊട്ടുകടലയും കാഷ്യൂനട്ടൊക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മളെ ഈ മസാല ഉണ്ടല്ലോ അതിന് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്. കാഷ്യൂനട്ടൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പൊട്ടുകടയിൽ നല്ലൊരു കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മതി തേങ്ങ ചേർക്കുക. അപ്പൊ അതൊക്കെ ഇതിലിട്ടിട്ടുള്ള ഈ മല്ലിയും പൊട്ടുകടലയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും വല്ലാതെ ബ്രൗൺ ആവുന്ന വേണ്ട, ഒരു റോ ടേസ്റ്റ് പോയാൽ മാത്രം മതി. അതായത് അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയാൽ മതി.
അപ്പൊ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആവേണ്ട ആവശ്യമുള്ളൂ, വല്ലാതെ ബ്രൗൺ ആവേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ആറിയ ശേഷം അരച്ചെടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാ നന്നായിട്ട് നൈസായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി കഷ്ണം മീൻ ഉണ്ടല്ലോ, അത് വറുത്തെടുക്കണം. അതിന് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ വേണ്ട, ആവശ്യത്തിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ മതി. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഓരോ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ഷാലോ ഫ്രൈ മാതിരി മതി. കാരണം നമ്മള് കറിയിലിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകരുത്, അത്രേ ആവശ്യമുള്ളൂ. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് രണ്ട് സൈഡും അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ വറുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 5 കഷ്ണങ്ങളും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ ചട്ടി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഓയിൽ ഒഴിച്ചെടുക്കാൻ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാണ്, അപ്പൊ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതും ഒന്ന് വഴറ്റാം. അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോണ വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി അരച്ചത് ഒഴിക്കും. ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോയി ഒന്ന് ആദ്യത്തെ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നോട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ആ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പൊ അതുവരെ നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം. നമ്മൾ ആദ്യം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികൾ ഇതിലൊന്ന് കിടന്നൊന്ന് മൂത്തോട്ടെ. അപ്പൊ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും മറ്റുള്ള മസാലകളും അത് ചേർത്ത് ചേർത്തിട്ട് ഇത് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. പാത്രം കഴുകിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ആയിക്കോട്ടെ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. തേങ്ങയും ആ മസാലകളും എല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ. ഫ്ലെയിം ഒന്ന് കൂട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. നന്നായിട്ടൊന്ന്
തിക്കായി വരണം, ലൂസ് കൺസിസ്റ്റൻസി അല്ല അതിന്. അപ്പൊ മാത്രമേ നമ്മൾ ഫിഷ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഈ മീനിന്റെ മുകളിലേക്ക് ഈ മസാല ഒന്നിങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം. ഈ കഷ്ണങ്ങളുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇപ്പൊ 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതിന്റെ മുകളിൽ കിടന്നൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നല്ലോണം 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എടുത്ത് കൊടുത്ത ശേഷം അത്യാവശ്യം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ കഷ്ണം ഇട്ടതിന് ശേഷം വല്ലാതെ ഇളക്കണ്ട, ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പൊ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി, അതേപോലെ കുറച്ച് മല്ലിയില. രുചിയിലുള്ള നമ്മളെ അടിപൊളി ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതേമാതിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കണം. അതേപോലെ തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം.